ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രാമരത്താണ് നിൽക്കുന്നത്. ഇവിടെ IFWJ അഥവാ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന സംഘടനയുടെ ഒരു സെമിനാർ നടക്കാനുള്ള ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ള MLA വിൻസെന്റ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമരംഗത്ത് നേരിടുന്ന വെല്ലുവിളികളും അതോടൊപ്പം തന്നെ സത്യസന്ധമായ വാർത്തകൾ മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് സംഘടനകൾ ഇന്ന് കേരളത്തിലും അതോടൊപ്പം തന്നെ വൈദേശികമായ രംഗത്തുണ്ട്. അതിലിപ്പോൾ എതിർത്തി നിൽക്കുകയാണ് ഈ IFWJ. എന്നാലും നമുക്ക് അതിന്റെ ഒരു ലൈവിലേക്ക് പോകാം. അദ്ദേഹം ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരുപാട് പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നിന്നും ജില്ലാ തലത്തിൽ നമുക്ക് അതിന്റെ ആ ലൈവിലേക്ക് വന്ന് പോകാം. വിസ്മരിക്കാൻ കഴിയുന്നതല്ല. പല മാധ്യമപ്രവർത്തകരുടെയും ജീവിതത്തെ അടുത്തു നിന്ന് കാണുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ലൈഫ് സെക്യൂരിറ്റി ഇല്ലാത്ത മേഖലയാണ് പ്രാദേശിക മാധ്യമ അവരുടെ ജീവിതത്തിൽ. സംഘടന എന്നുള്ള നിലയിൽ അതിലെങ്ങനെ ഈ സംഘടനയിലെ അംഗങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? സർക്കാരിന്റെ എല്ലാം കാര്യങ്ങളുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ പരസ്പരം സഹായിക്കാൻ കഴിയും എന്നതുപോലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ, പരസ്പരം സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ നമുക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതിനാരുടെ എല്ലാം സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. നമുക്കിപ്പോ പല ഷോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം. ഓണക്കാലത്ത് ഇപ്പൊ ഓണം വരാൻ പോകും. അത് ഒരു ധനസമാഹരണ അർത്ഥം നടത്തുന്ന ഷോകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ? വലിയ വലിയ മാധ്യമങ്ങൾ അവര് വലിയ ഷോ നടത്തുന്നുണ്ട്. ഓണക്കാലത്ത് തിരുവനന്തപുരത്തൊക്കെ ഓണാഘോഷം ഓരോ മാധ്യമത്തിനും ഓരോ ദിവസമാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നില്ല. നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ താലൂക്ക് തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഈവന്റുകൾ നടത്തി അതിൽ നിന്നുള്ള ലാഭം സംഘടന തീരുമാനിക്കുന്ന പദ്ധതികളിലേക്ക് വിനിയോഗിച്ചാൽ തീർച്ചയായും ഈ മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു സഹായമാവും. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിൽ, ഓണത്തിന്റെ ഘട്ടമായിരുന്നാലും മറ്റ് ആഘോഷങ്ങളുടെ സമയമായിരുന്നാലും സ്കൂള് ഓപ്പണിങ്ങിന്റെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള വിവാഹം, വീട്ടിലെ ആളുകളുടെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏതെല്ലാം നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള പദ്ധതികൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്നവരെ ചെറിയ രീതിയിലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെ കുറിച്ച് വേണം പ്രധാനമായും ചിന്തിക്കാൻ. ആഗോള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം നമ്മളുടെ ജീവിത കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് പറയാൻ കഴിയും. പിന്നെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ ഇന്ന് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെന്റാണ് ആവശ്യം. ആ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ മുടക്കാൻ കഴിയുന്നവരുടെ ഏജന്റന്മാരായി മാധ്യമങ്ങൾ മാറുന്നതായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ സ്വാതന്ത്ര്യമില്ല അവിടെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വിലങ്ങൾ മാധ്യമങ്ങളെ അണിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ ആ ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളിലെയും നിഷ്പക്ഷമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ദയനീയമായി പരാജയപ്പെടുന്നു. അവർ പലരുടെയും കൈകളിലാണ്. ഈ രാജ്യത്തെ അറിയപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം പലരുടെയും കൈകളിലാണ്. അങ്ങനെ മാധ്യമങ്ങൾ ജനങ്ങളുടെ കയ്യിലാകുമ്പോൾ അത് ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തും. ജനാഭിലാഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന ചുമതല മാധ്യമങ്ങൾ നിർവഹിക്കുമ്പോൾ അത് യഥാർത്ഥ ജനാധിപത്യത്തെ തന്നെ, അതിന്റെ അന്തസ്സത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് യഥാർത്ഥ രൂപത്തിൽ അറിയിക്കുക, ആ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച്, അവരുടെ നിലപാടിനനുസരിച്ച് അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടുന്ന ഒരു ഗതികേടിലാണ്
മാധ്യമങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. നമ്മളിപ്പോ ലൂസിഫർ സിനിമ നമ്മൾ കണ്ടു. ലൂസിഫർ സിനിമയിൽ ഒരു ചാനൽ എങ്ങനെയാണ് മാറ്റുന്നത്? നിങ്ങളുടെ ഫണ്ട് ഇഷ്യൂ ഉണ്ട്, ആ ഫണ്ട് ഇഷ്യൂ ഞാൻ ഇപ്പൊ തീർക്കും, ഇനി എനിക്ക് വേണ്ടി എഴുതണം. ഇത് തന്നെയാണ് ഇപ്പൊ എല്ലാം പറയുന്നത് അല്ലെ? മൊത്തത്തിൽ രാജ്യത്ത് കാണുന്നത് മാധ്യമങ്ങളെല്ലാം ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ആ ചാഞ്ഞു നിൽക്കുന്ന ആ വശം പറയുന്നതാണ് ശരി എന്ന് ധരിപ്പിക്കുന്നത്. കാരണം ഏറ്റവും വലിയ തെറ്റായ ഒരു നിലപാടാണ്. കാരണം മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരി എന്ന് ധരിക്കുന്ന പാവങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത്. ആ പാവങ്ങളെ എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. യഥാർത്ഥ വസ്തുതയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുതയും തമ്മിൽ എത്രമാത്രം അകലമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. യഥാർത്ഥ വസ്തുത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് മാധ്യമം സ്വീകരിക്കേണ്ടുന്ന ഒരു മധ്യമാർഗമുണ്ട്. മാധ്യമം എന്നത് മീഡിയയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മിഡിൽ പോയിന്റ് ഉണ്ട്, ഒരു മധ്യമ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെൻഡുലം ചായുന്നത് പോലെ ചായുകയല്ല, ഒരു മധ്യമാർഗം. അത് സത്യത്തിന്റെയും നേരിന്റെയുമായിട്ടുള്ള ഒരു മാർഗമാണ് മധ്യമാർഗം എന്നത്. ഇടത്തോട്ടും വലത്തോട്ടും അല്ലെങ്കിൽ മേലോട്ടോ താഴോട്ടോ ചായാതെ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം അതിന് എന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് കാണാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ സുന്ദരമായ ഒരു പ്രഭാതത്തിലേക്ക്, അങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്ക് നമുക്ക് പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ലൈവിലൂടെ വൈൻഡപ്പിലാണ്. ഇതിന്റെ സെമിനാർ ഉദ്ഘാടനമാണ് ഇപ്പോൾ വിൽസന്റെ MLA ഇവിടെ നിർവഹിച്ച്. എന്തായാലും സത്യസന്ധമായ നിലയിൽ മാധ്യമ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ഈ ഒരു സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഈ ഒരു സംഘടനയ്ക്ക് മലയാള ജനതാ ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. സത്യസന്ധമായ വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതേപോലുള്ള സംഘടനകളുടെ ഒരു ബലം അതെന്തുകൊണ്ടും ഒരു അഭിനന്ദനാർഹമാണ്. പുതിയ ന്യൂസുമായി കാണുന്ന തലമുറ. ബൈ.